കുസുമം മിസ്റ്റർ മണ്ടപ്പൻ എന്ന കഥ. വാലപ്പൻ പത്രവായനയിൽ. ദേ അണ്ണേ, സ്വർണ്ണവില അലക്ഷം കടന്നെന്ന്. സ്വർണ്ണവില അവിടെ നിൽക്കട്ടെ മച്ചു, വിശന്നു വയറാകാളുന്നു. കയ്യിലാണെങ്കിൽ ഒമ്പിടി പൈസയില്ല. ദേ അണ്ണേ, വിളിയെത്തി. ഏമന്മാരാണെന്ന് തോന്നുന്നു. ഇതേതോ അപരിചിത നമ്പറാണല്ലോ. എങ്കിൽ കസ്റ്റമർ കെയർ ആവും. വേറെ ആരാ നമ്മളെ വിളിക്കാൻ? ഫോൺ എടുത്ത് മണ്ടപ്പൻ ഞെട്ടലോടെ. ഹൈദരാബാദിൽ നിന്നോ? ഞങ്ങളുടെ ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ നറുക്കെടുപ്പിൽ നിങ്ങൾക്കാണ് ഒന്നാം സമ്മാനം. 1 പവൻ സ്വർണം. ഫോൺ കട്ടായല്ലോ. അതിന് നമ്മളെന്നാണ് ഹൈദരാബാദിൽ പോയത് അണ്ണേ? മിണ്ടാതിരി മച്ചു. 1 പവനാ സമ്മാനം. 1 പവൻ. 1 പവൻ പഴമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വണ്ടി കേട് മച്ചു. വല്ലതും വയറ്റിൽ തടയുമോ എന്ന് നോക്കാം. എങ്ങോട്ട് വിടും അണ്ണേ? എങ്ങോട്ടായാലും ഹെൽമറ്റ് വെച്ചോ മച്ചു. പവനടിച്ചത് മുഴുവൻ പിഴവടക്കേണ്ടി വരും. വാലപ്പൻ ബൈക്കെടുത്തു. ദേ ആ നമ്പർ വീണ്ടും. സമ്മാനം അപ്പൻകുന്ന് പോസ്റ്റ് ഓഫീസിലെത്തിയിട്ടുണ്ട്. 600 രൂപ കൊടുത്ത് കൈപ്പറ്റണം. ദേ വീണ്ടും കട്ടായി. എന്നാൽ നേരെ വിട്ടോ പോസ്റ്റ് ഓഫീസിലേക്ക്. ആ കുന്ന് കയറാൻ ഈ പേടകത്തിന് കഴിയുമോ അണ്ണേ? ദേ പോസ്റ്റ്മാൻ വിളിക്കുന്നു. ഉടൻ എത്തണമെന്നോ? ദാ എത്തി. അപ്പന്മാർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ. ചേട്ടാ, നമ്മുടെ 1 പവൻ കിട്ടിയോ? അപ്പന്മാരെ, ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ട്. ഇത് സ്വർണമാകാൻ വഴിയില്ല. എന്ത്? ഏതോ വിരുതന്മാരുടെ പണം തട്ടാനുള്ള കളിയാണെന്ന് തോന്നുന്നു. അപ്പന്മാർ അകത്തേക്കിരുന്നോളൂ, വഴിയുണ്ടാക്കാം. വൈകാതെ ചെന്നായയും തല്ലിപ്പൊളിയും ജീപ്പുമായി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ. ഹാൻഡ്സ് അപ്പ്. എടുക്കടാ അപ്പന്മാർ തന്ന പണം. ഉടൻ ഒരു പോലീസ് ജീപ്പ് കുതിച്ചെത്തി. ചതിച്ചോ പോലീസ്? അത് ശരി, സ്വർണ്ണക്കടത്താണല്ലേ പുതിയ പരിപാടി? ഈ അപ്പന്മാരുള്ള കാലത്തോളം നിങ്ങളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ മണ്ടപ്പൻ എന്ന ബാലരമയിലെ 1ാമത്തെ കുസുമത്തിൻ്റെ 1ാമത്തെ പാഠം ഇവിടെ തീരുകയാണ്. 2ാമത്തെ ഒരു ഇതുമായി നാം പിന്നെയും വരാം. അപ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.